നമസ്കാരം. ഡെമോക്രസിയാണ്. CPIM-നെ നിന്ന നിൽപ്പിൽ വിറപ്പിച്ച് പോരാടി ഇറങ്ങി വന്ന് MV രാഘവൻ രൂപീകരിച്ച CMB-യുടെ പ്രസക്തി നഷ്ടപ്പെട്ടോ? രൂപീകരിക്കപ്പെട്ടതു മുതൽ UDF-നോട് ചേർന്നു നിൽക്കുകയായിരുന്ന CMB കുറച്ചു നാളത്തെ തർക്കങ്ങൾക്ക് ശേഷം പിളർന്നു. പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് കോൺഗ്രസ് മാർക്സിസ്റ്റ് പിളർപ്പ് CMB-യിൽ സംഭവിച്ചു. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. CMB-യിലെ അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗം ഒരു സുപ്രഭാതത്തിൽ UDF വിട്ടു, ഇടതുപക്ഷത്തോട് അടുത്തു. CP ജോണിന്റെ നേതൃത്വത്തിലുള്ള ബുദ്ധിജീവി വിഭാഗം ഉമ്മൻചാണ്ടിക്കൊപ്പം ചേർന്ന് ഭാവിയിൽ കോൺഗ്രസിൽ ലയിക്കാമെന്ന സ്വപ്നവും കണ്ടു തുടങ്ങി. തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതോടെ CMB-യുടെ പാർട്ടി ഓഫീസുകൾ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസുകളായി. കണ്ണൂരിൽ ഔദ്യോഗിക പക്ഷം കൈക്കലാക്കിയ പാർട്ടി ഓഫീസുകളിൽ P. ജയരാജനും CPIM-ഉം സുരക്ഷയും ഒരുക്കി. UDF വിടാൻ വേണ്ടി പാർട്ടി സെൻട്രൽ കൗൺസിൽ യോഗം തീരുമാനിക്കുകയും ആ യോഗ തീരുമാനം KR അരവിന്ദാക്ഷൻ, MK കരുണാകരൻ ഉൾപ്പെടെയുള്ള PV മെമ്പർമാർ ഇന്ന് തൃശ്ശൂരിൽ വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തോടൊപ്പം ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഓഫീസായി ഇന്ന് മുതൽ ഇത് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ നേതാക്കന്മാരൊക്കെ തന്നെ ഇങ്ങോട്ട് വരും. വാസ്തവത്തിൽ അന്വേഷണത്തിന് ബുധനാഴ്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ എന്താ പ്രശ്നം? പിണറായിയുടെ ഭാഗത്തുനിന്ന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ വന്നു. കാരണം എന്താ പറഞ്ഞത്, ഇപ്പം പോയില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ല, ഇത് ലാസ്റ്റ് ബസ്സാണ്. CP ജോൺ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരൊറ്റ ഫോൺ കോളിൽ പിളർന്ന ലോകത്തിലെ ആദ്യത്തെ പാർട്ടി. UDF-ൽ ഇടതുപക്ഷ കക്ഷികൾക്ക് പ്രസക്തിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് JSS-ന് പിന്നാലെ ഇപ്പോൾ CMB-യിലും അത് സംഭവിച്ചിരിക്കുന്നു. ഇമാതിരി രാഷ്ട്രീയം കേരളത്തിൽ വേണോ എന്ന് ചോദിക്കുന്നവർക്ക് കണ്ണൂരിൽ നിന്ന് ഒരു മറുപടി CMB-ക്കാർ തന്നെ കൊടുത്തു. നേരം പുലർന്നപ്പോൾ പാർട്ടി ഓഫീസ് മാറിയതു കണ്ട കോൺഗ്രസ് പക്ഷപാതിയായ പാർട്ടിക്കാരെ കൈകാര്യം ചെയ്യുന്നത് കാണുക. എല്ലാം P. ജയരാജനെ കാട്ടിയാണ് ആക്ഷനും വിരട്ടലും. അവനെന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിൽ തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ. ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുവല്ലടാ. പറയാൻ പറ്റൂലേ ശശി? അത് നമുക്കറിയാം. അത് നോക്കാം. അങ്ങനെ തല്ലാൻ നോക്കണ്ടല്ല. നിങ്ങൾ അന്തസ്സായിട്ട് പറയുള്ളൂ. വെറുതെ തല്ലിയ കുറെ ആൾ വന്നിട്ട് അടിച്ചിട്ട് ആരെയപ്പം ചെയ്യാം. അതിനൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നോക്കണ്ട. നമുക്ക് നോക്കാം. ഇത് ഇടതുപക്ഷ മുന്നണിന്റെ പാലിൽ വെച്ചിട്ടില്ല. ഇന്ന് നേർക്കാൻ അങ്ങനെയല്ലേ ഉണ്ട് പാർട്ടി. അതിന് ഇപ്പം ഭീഷണിയാണ്. അത് നോക്കാം. അങ്ങനെ ഇടതുപക്ഷത്തേക്ക് അടുക്കുന്ന CMB-ക്കാർക്ക് പിന്തുണ നൽകാനെത്തിയ P. ജയരാജൻ ഐക്യം ഉറപ്പിച്ചു. ഈ സമയത്ത് മുന്നണിയിൽ പാർട്ടിയെ നിലനിർത്താൻ ആഗ്രഹിച്ചെത്തിയ കോൺഗ്രസുകാരെ CMB-ക്കാർ ഓഫീസിൽ പോലും കയറ്റിയില്ല.
ജോൺ പക്ഷക്കാരായ CMB-കാർ കണ്ണൂർ DCC പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മുൻനിർത്തി തിരിച്ചടിക്കാനെത്തി. ജയരാജൻ കൂടെയുള്ളപ്പോൾ അരവിന്ദാക്ഷൻ പക്ഷക്കാർ പേടിക്കുമോ? സുരേന്ദ്രൻ വന്ന വഴിക്ക് തിരിച്ചുപോയി. നിങ്ങളൊന്ന് വേക്കോട്ട് വിടും. നമ്മുടെ ആളുകളെ ആ ദൂരം ആട് ഭാഗത്ത് നിന്നാൽ മതി. വേറെ പണിയൊന്നുമില്ലല്ലോ. ഇവിടെ ഇപ്പൊ ഇന്ന് കണ്ണൂരിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. കണ്ണൂരിലെ CMB ഓഫീസിനകത്ത് ഞാനിപ്പോൾ കണ്ട കാഴ്ച, CPM-ന്റെ നേതാക്കന്മാർ യോഗം ചേരുന്നു. CMB ഓഫീസിൽ ഇന്ന് ഒരു പറ്റം ആളുകൾ ഇരിച്ച് കയറി. ഞാൻ അവിടെ എത്തിയപ്പോഴും നിരവധി CPM-കാരായിട്ടുള്ള ആളുകളെ കണ്ടത്. അവരെ ധാരണ CMB ഓഫീസിൽ കയറിയിട്ട് ഞാൻ ഓഫീസ് പിടിക്കാൻ പോയതല്ല. ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ CMB എന്ന് പറയുന്നത് UDF-ന്റെ ഘടകകക്ഷിയാണ്. UDF-ന്റെ ഘടകകക്ഷിയായതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ എന്തോ പ്രശ്നമുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനവിടെ പോയി. അവിടെ പോയപ്പോൾ എന്നെ വാതിലിട്ട് പൂട്ടാനാണ് അവർ ശ്രമിച്ചത്. CPM-ന്റെ ഒരുപക്ഷം ആളുകൾ എന്നെയും സഹപ്രവർത്തകന്മാരെയും അതിന് ഓഫീസിനകത്ത് ഇട്ട് വാതിലടക്കാൻ, എന്നെ അവിടെ അതിനകത്ത് ഇട്ട് പൂട്ടാൻ ഉള്ള ഒരു ശ്രമമാണ് നടന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാനിവിടെ വന്നത് ഓഫീസിൽ എറിച്ച് കയറാനല്ല, മറിച്ച് അവിടെ എന്താ സംഭവം, CPM-ന്റെ നേതാക്കന്മാർ അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് സംസാരിക്കാനാണ് പോയത്. CPM-ന്റെ നേതാക്കന്മാർ അവിടെ CMB ഓഫീസിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ്, എന്ത് കാരണമാണെന്ന് അവരോട് അന്വേഷിക്കാനാണ് പോയത്. പക്ഷേ അത് CPM-ന്റെ ഒരുപറ്റം ആളുകൾ ഗുണ്ടായിസം കാട്ടി അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ അനുവദിക്കാതെ വന്ന് വാതിൽ അവർ പൂട്ടുന്നു. അവരുടെ കയ്യിലാണ് ഓഫീസ്. പോലീസാണ് ഇനി ബാക്കി കാര്യം ചെയ്യേണ്ടത്, എന്റെ ജോലിയല്ല. ഈ മല്ലയ്യയുടെ ബലത്തിലാണ് ഔദ്യോഗിക അരവിന്ദാക്ഷൻ പക്ഷം ഇപ്പോൾ ഈ തീരുമാനവും എടുത്ത് നിൽക്കുന്നത്. UDF-ൽ ബാക്കിയായ CMB-യെ ഈ നിലയിൽ കൂടെ നിർത്തില്ല എന്ന് ചാണ്ടിയും കൂട്ടരും പറഞ്ഞിട്ടുമുണ്ട്. CP ജോണും കൂട്ടരും അധികം വൈകാതെ കോൺഗ്രസിലെങ്ങാനും ലയിച്ചോളും. ഔദ്യോഗികക്കാരുടെ ഭാവി CPI-ഉം തീരുമാനിക്കും. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നൂറൊക്കെ തോളയിട്ടില്ലെന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ് ചായ നിനക്കൊന്ന് ചിരിച്ചാ ആരാന്നറിയാമോ? കൊന്നാലും പന്നി. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. സംസ്ഥാനത്ത് വമ്പൻ സ്വപ്നങ്ങളുമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു പാർട്ടിയെ രണ്ട് പ്രധാന പാർട്ടികൾ വിഴുങ്ങുന്നതാണ് ഇനിയുള്ള നാളുകളിൽ കാണാൻ കഴിയുക. ഇനിയൊരു ഇടവേളയാണ്, അത് കഴിഞ്ഞ് താമര കഥ. ലോക നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഈ താമരപ്പൂവായിട്ട് BJP ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ആദ്യം ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അഭിനയം കലക്കി, പക്ഷെ ലേശം ഓവറായൊന്നൊരു സംശയം. ആ താമരപ്പൂവിനെ കൈ തൊഴുന്നേ